ഇന്നലെ നമ്മൾ വാർത്തയിൽ വായിക്കുകയുണ്ടായി ടെൽ അവീവിൽ നിന്നുള്ള പ്രധാന വാർത്ത. ടെൽ അവീവിൽ നിന്നുള്ള വാർത്തയിലെ 2 ശാസ്ത്രജ്ഞന്മാർ അവരെ സസ്യങ്ങൾ ചെടികൾ സംസാരിക്കുകയും കരയുകയും ചെയ്യാറുണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കാലത്തെ പരീക്ഷണത്തിന് ശേഷം അവരവരുടെ പേപ്പർ അവതരിപ്പിക്കുകയുണ്ടായി. ഈ സസ്യങ്ങൾ സംസാരിക്കുന്ന ഭാഷ പോപ്കോൺ പൊട്ടുന്ന ശബ്ദത്തിലാണ് എന്നും മനുഷ്യരുടെ കേൾവി ശക്തിക്ക് അപ്പുറത്തുള്ള ശബ്ദത്തിൻ്റെ ആവൃത്തി വളരെ കൂടുതലാവുകൊണ്ട് നമുക്കത് കേൾക്കാൻ കഴിയാത്തതാണ് എന്നും അവർ നിരവധി ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥിക്കേണ്ടത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയിട്ട് ആ ശബ്ദം വിശകലനം ചെയ്ത് സസ്യങ്ങളുടെ വൈകാരിക അവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ സംസാര ഭാഷയ്ക്ക് മാറ്റങ്ങളുണ്ട് എന്നും അവർ സമർത്ഥിക്കുകയുണ്ടായെന്ന് ഈ സയൻറ്റിസ്റ്റുകൾ പറയുന്നു. സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ലോകം മനസ്സിലാക്കുന്നത് അനേകം കാലത്തിന് ശേഷമാണ്. സസ്യം എന്നത് ജൈവ പ്രതിഭാസമാണ് എന്ന് പോലും അറിയാതെ കണ്ട് ഉള്ള ഒരു വീക്ഷണത്തോടു കൂടി നോക്കിക്കാണുന്നൊരു ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ജീവനുള്ളവ എന്ന അർത്ഥത്തിൽ സസ്യങ്ങളെ നമ്മളിപ്പോഴും കാണാറില്ല. ഒരു മരം വെട്ടാൻ നമുക്ക് ഒരു മടിയുമില്ല. ഒരു വികസനത്തിൻ്റെ പേരിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് റോഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ ഒരു പ്രയാസവും നമുക്കില്ല, ഒരു മനപ്രയാസവും ഇല്ല. അപ്പോൾ ഇവ ജീവനുള്ളവയാണെന്നും ഇവ സംസാരിക്കാറുണ്ട് എന്നും ഇവയ്ക്ക് വൈകാരിക ഭേദങ്ങൾ ഉണ്ട് എന്നും അതൊരു പക്ഷേ മനുഷ്യൻ്റെ അത്ര ഉണ്ടാവില്ലെങ്കിൽ പോലും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളെക്കാൾ ആവൃത്തി കൂടുതലുള്ള ശബ്ദ തരംഗങ്ങളാണ് അവയുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ആദി എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ വെള്ളമാണ് അതിലെ പ്രധാന കഥാപാത്രം. വളന്തകാട് ദ്വീപിലെ വെള്ളവും വളരെ വിശുദ്ധമായ വെള്ളം, അഴുക്കൊന്നുമില്ലാത്ത വെള്ളവും ചക്കങ്കണ്ടം കായലിലെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളവും, ഈ 2 വെള്ളങ്ങളാണ് അല്ലെങ്കിൽ ഈ 2 വാട്ടർ ബോഡീസാണ് ആദി എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് കുറേ പഠിച്ചു, കുറേ വായിച്ചു, പഠിക്കുകയല്ല കുറേ വായിച്ചു. അങ്ങനെ വായിച്ചപ്പോഴാണ് മസാറു ഇമോട്ടോ എന്ന് പറയുന്ന ജപ്പാൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹം വെള്ളത്തെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, അദ്ദേഹം വെള്ളത്തിൽ നിന്ന് പരലുകൾ ഉണ്ടാക്കുക, ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒരുപാട് പബ്ലിഷ് ചെയ്യുന്നുണ്ടായി അദ്ദേഹത്തിൻ്റെ പേപ്പറുകളോടൊപ്പം. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്ന, അദ്ദേഹം പരീക്ഷിച്ചത് ഇങ്ങനെയാണ്: ലോകത്തിൻ്റെ ശബ്ദവിന്യാസങ്ങൾക്കനുസരിച്ചിട്ട് രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾക്ക് വലിയ വ്യത്യാസം ഉണ്ട്. ശാന്തമായ സംഗീതം കേൾപ്പിച്ചുകൊണ്ടേ വെള്ളം ക്രിസ്റ്റലായി രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോഹര രൂപങ്ങളെല്ലാം യുദ്ധത്തിൻ്റെയും കലഹത്തിൻ്റെയും ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രൂപം, ഭീകരം എന്ന് പറയാവുന്ന രൂപം. ശാന്തമായ സംഗീതവും സമാധാനം നിറഞ്ഞ വാക്കുകളും പറഞ്ഞുകൊണ്ട് ലബോറട്ടറിയിലെ വെള്ളത്തെ ക്രിസ്റ്റലാക്കി പരിണമിപ്പിക്കുന്ന മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾക്ക് ഭംഗി വളരെ കൂടുതലാണ് എന്നാണ് മസാറു ഇമോട്ടോ തെളിയിച്ചത്. അതിൽ തന്നെയും ഏറ്റവും ഭംഗിയുള്ള ക്രിസ്റ്റൽ താങ്ക് യു എന്ന് പറയുന്ന ശബ്ദം വരുമ്പോഴാണ്. മനുഷ്യനോട് അല്ലെങ്കിൽ മനുഷ്യൻ പ്രപഞ്ചത്തോട് നന്ദി, അല്ലെങ്കിൽ ദൈവത്തോട്, വിശ്വാസികളായ ആളുകൾ ദൈവത്തോട് നന്ദി എന്ന് പറയുന്ന ശബ്ദം കേൾപ്പിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള പരലുകൾ രൂപപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ആദ്യം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുകുഷിമ ആണവ നിലയം പൊട്ടിത്തെറിക്കുന്നത്. അന്ന് ജപ്പാനിലെ വാട്ടർ ബോഡീസ് മുഴുവൻ മലിനമായി. ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവിടുത്തെ വെള്ളം എടുത്തിട്ട് ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മസാറു ഇമോട്ടോവിന് കിട്ടുന്ന ക്രിസ്റ്റലുകളുടെ രൂപം എന്തായിരിക്കും എന്ന്. പ്രപഞ്ചത്തെക്കുറിച്ചിട്ട് മനുഷ്യനെ വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മൾ അഹന്തയ്ക്ക് ഒരു കുറവില്ല, നമുക്ക് എല്ലാം അറിയാം എന്നാണ് നമ്മുടെ വിചാരം. പ്രപഞ്ചത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ജോണിയുടെ തന്നെ പുസ്തകത്തിലെ ഒരു ടൈറ്റിൽ സർവജ്ഞൻ എന്നാണ്. ഈ സർവജ്ഞ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുന്നത്, വീക്ഷിക്കുന്നത്. ഇത് മുഴുവനും നമുക്ക് ജീവിക്കാനുള്ളതും
നമുക്കെടുത്ത് അനുഭവിക്കാനുള്ളതും നമുക്ക് ധൂർത്തടിക്കാനുള്ളതും നമുക്ക് വലിച്ചെറിയാനുള്ളതും നമുക്ക് തോന്നിയ പോലെ പെരുമാറാനുള്ളതും നമുക്ക് ഇവ നശിപ്പിക്കാനുള്ളതും ആണ് എന്ന് പറയുന്ന ഒരു വീക്ഷണം, ആ സർവജ്ഞ ഭാവം, എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്ന ആ ഭാവത്തോടുകൂടി അധികാര സ്ഥാനങ്ങളും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ദൈവത്തെ കയ്യിലെടുത്തിട്ടുള്ള പുരോഹിതന്മാരും എല്ലാവരും പെരുമാറുമ്പോൾ സംഭവിക്കുന്ന വലിയ നഷ്ടം, ആ വലിയ നഷ്ടം അജ്ഞതയ്ക്ക് കിട്ടുന്ന ശിക്ഷയാണ്. നമ്മുടെ അജ്ഞതയ്ക്ക് ബൈബിളിലെ വിജ്ഞാനത്തെ പറ്റി തന്നെ പറയുന്ന ഒരു ചാപ്റ്റർ, ഒരു അധ്യായമുണ്ട്. വിജ്ഞാനത്തെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ആ ചാപ്റ്ററിലെ ദൈവം എല്ലാ സൃഷ്ടികളും നടത്തുന്നതിന് മുമ്പ് വിജ്ഞാനത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാണ് വിജ്ഞാനത്തെ ആദ്യം സൃഷ്ടിച്ചത്? അതുകൊണ്ട് വേണം ഈ ലോകത്തെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് വിജ്ഞാനം ആണ് സർവജ്ഞനായി ഇരിക്കുന്നത്, മനുഷ്യനല്ല, ദൈവം പോലും അല്ല. ഈ ഒരു തിരിച്ചറിവും അതിൻ്റെതായ ഒരു വിനീത ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ഈ ലോകത്ത് ജീവിക്കാൻ. പക്ഷെ നമുക്കതില്ല, നമുക്കത് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അഴിമതി നിറഞ്ഞതും ചൂഷണം നിറഞ്ഞതും തട്ടിപ്പും വെട്ടിപ്പും നിറഞ്ഞതും വഞ്ചന നിറഞ്ഞതും അതിഭയങ്കരമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, ലോകത്തെ മുഴുവനുമാണ്. വികസിത രാജ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് ചെയ്യുന്നത് എന്ത് എന്ന് നമുക്കിപ്പോഴും അവരെ ബോധ്യപ്പെടുത്താനോ അവരെ ശാസിച്ചൊതുക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ സാമ്പത്തിക ആയുധ ഗർവവും അഹങ്കാരവും അവരുടെ കൈപ്പിടിയിലാണ്. അവർ ചെയ്യുന്നതിന്റെ മുഴുവൻ ഫലം അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ജീവിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാടോർമ്മ എന്ന് പറയുന്ന പുസ്തകം കയ്യിലെടുത്തപ്പോൾ എനിക്ക് ഇത്ര വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള പുസ്തകമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആമുഖത്തിലെ 2 പാരഗ്രാഫ് വായിച്ചപ്പോഴേക്കും ഞാൻ പുസ്തകത്തിൽ വീണുപോയി. ആ പുസ്തകത്തിൽ ഞാൻ വീണുപോയി. അതാണ് ശരി. എനിക്കിപ്പോഴും ഒരു വിഷമമുണ്ട്. എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാനൊരു 190 പേജോളം അത് വായിച്ചു. കാടോർമ്മ എന്നല്ല ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നുന്നു. കാട് അറിവാണ്. കാടിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, നേരെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാള് കാടിനെ അറിഞ്ഞത് എങ്ങനെ, ആ നേരറിവുകളുടെ അടിസ്ഥാനത്തിൽ അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ആ പുസ്തകം ഓർമ്മകൾ എന്ന് പറയുന്ന പേര് പോരാ എന്നെനിക്ക് തോന്നുന്നു. ഓർമ്മകൾ എന്ന പേരല്ല അതിന് വേണ്ടിയിരുന്നത് എന്ന് എനിക്ക് എൻ്റെ ഒരു തോന്നലാണ്. ഒരാള് ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരാൾ നിരന്തരം എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടുന്നില്ല, കാരണം വെച്ചാൽ അതിന് മറുപടി പറയേണ്ടതിലും മറുപടി ഇല്ലാത്തതുകൊണ്ട്. നിരന്തരം അയാളുടെ അറിവുകൾ എനിക്കിങ്ങനെ വാട്സാപ്പിലൊക്കെ അയച്ചുകൊണ്ടിരിക്കും. ഒരുപാട് കുന്നുകൂടുമ്പോൾ ഞാനൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് കളയും. അയാൾ പറയുന്നത്, അയാൾ ഞാൻ കേൾക്കാനിടയായത് ആദ്യമായിട്ട് ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ്. അത് പിന്നെ സിൽവർ ലൈൻ ഇതിനെ കുറിച്ചിട്ട് നടക്കുന്ന ചർച്ചയിലാണ്. ആ ചർച്ചയുടെ അവസാന ഭാഗത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ ഞാൻ കേട്ട അയാൾ സമർത്ഥിച്ച ഒരു സംഗതി ഇതാണ്: കേരളത്തിലെ ഇപ്പോഴുള്ള ഒരേ ഒരു വിഭവം പാറകളാണ്. മനസാക്ഷി കുത്തില്ലാതെ അത് പൊട്ടിച്ചെടുക്കൂ എന്നാണ് അയാൾ അവസാനിപ്പിച്ചത്. മനസാക്ഷി കുത്തില്ലാതെ കേരളത്തിലെ അവശേഷിക്കുന്ന വിഭവമായ പാറകൾ എടുക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചത്. എനിക്ക് വലിയ വിഷമ തോന്നിയത്. കാരണം പൊട്ടിക്കുന്ന ഓരോ പാറയും നമ്മുടെ നെഞ്ചിലാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ടുണ്ടാക്കുന്ന ഭയങ്കരമായ നാശം, നഷ്ടം ഇതുകളെ കുറിച്ചിട്ടൊന്നുമല്ല. എന്തുകൊണ്ടോ ഒരു എഴുത്തുകാരി ആയതുകൊണ്ടാവാം. ഓരോ നഷ്ടവും മരത്തിന്റെ മാത്രമല്ല, പാറയുടെ മാത്രമല്ല, പുഴയുടെ മാത്രമല്ല, ഓരോന്നിന്റെ നഷ്ടവും നെഞ്ചിലൊരു ഇടിപ്പായി അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ദുര്യോഗം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലിനമായി പോകുന്ന ഓരോ ജലസ്രോതസ്സും വേദനയാണ്, വലിയ വേദനയാണ്. മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞും അറിയാതെയും മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടവഴികളും നടവഴികളും നഗര വീഥികളും ജലസ്രോതസ്സുകളും
പുഴയും കാടും എല്ലാം തന്നെ വേദനയായി അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ അജ്ഞാനിയായ മനുഷ്യൻ, വിജ്ഞാനം കൊണ്ട് വിവേകം കൊണ്ട് ജീവിതത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ വിലയിരുത്താൻ കഴിയാത്ത മനുഷ്യൻ എന്തുമാത്രം ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ ചെറിയ ആയുസ്സിനുള്ളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലാവ് ഇപ്പോൾ ചക്ക തരുന്നു. ചക്കയെക്കുറിച്ച് നമ്മളിപ്പോൾ വളരെ ആവേശഭരിതരാണ്. ഈ പ്ലാവ് നമ്മൾ വെച്ചതാവില്ല, ആവണമെന്നില്ല. എത്രയോ മുതുമുത്തശ്ശന്മാർ വെച്ച പ്ലാവാണ്. ആ പ്ലാവിൻ്റെ കാരുണ്യം നാം അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്ലാവിനെ കുറിച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാന്ത്രികമായിട്ടുള്ളൊരു സംഭവം ആണ്. അതേസമയം അത് കാത്തു സൂക്ഷിച്ചു വെച്ച് ഒരു തൈപ്ലാവ് വെച്ച് അനന്തര തലമുറകൾക്ക് നീട്ടി വെച്ചു കൊടുത്ത ഏതോ ഒരു മുത്തച്ഛൻ അല്ലെങ്കിൽ ആ മുത്തശ്ശന്മാരുടെ സംസ്കാരം, ആ സംസ്കാരത്തിനെ നേരെ എതിർ സംസ്കാരത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയുമാണ് എനിക്ക് അതുകൊണ്ട് തോന്നിയത്. ഒരു കുട്ടി പഠിച്ച് പാസ്സായി MSc കഴിഞ്ഞ ഉടനെ ബോട്ടണി വിഷയമായിട്ട് എടുത്ത് പഠിച്ച ഒരു യുവാവ് MSc പാസ്സായ ഉടനെ തന്നെ ഫോറസ്റ്റിൽ ജോലി കിട്ടിയിട്ട് പോവുകയാണ്. വനപാലനം ആണ് ജോലി. ഈ വനപാലനത്തിന് പോകുന്ന ഈ വ്യക്തി, ഈ യുവാവ് എല്ലാവരെയും പോലെയല്ല, വ്യത്യസ്തനാണ്. അദ്ദേഹം തന്നെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ചിന്ത, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, സൈലന്റ് വാലി സമരം, അതുപോലെ തന്നെയുള്ള കുറേ കാര്യങ്ങൾ തലക്കകത്ത് ഹാങ് ഓവറായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു യുവാവ്. ആ യുവാവാണ് വനപാലനത്തിന് വേണ്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. ആ കയറി ചെല്ലുന്നിടത്തുനിന്ന് അവിടെ തുടക്കത്തിൽ അദ്ദേഹത്തെ വരവേറ്റത് ഒരു മലയണ്ണനാണ്. പടിയിറങ്ങുമ്പോഴും അദ്ദേഹത്തിന് യാത്രാമൊഴി ചൊല്ലിയത് ഒരു മലയണ്ണനാണ്. രണ്ട് മലയണ്ണന്മാർക്കിടയിൽ ഒരു ഭയങ്കര ജീവിതം. അതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതാണ് കാട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സണ്ണി തന്നെ കപട പരിസ്ഥിതിവാദികളെ കുറിച്ചിട്ട് അതിലെ ഒത്തിരി പരിഹാസത്തോടുകൂടി പറയുന്നുണ്ട്. കവികളിൽ ഒരുപാട് കാടിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള കവികൾ നമുക്കുണ്ട്, മലയാളത്തിലുണ്ട്. സസ്യങ്ങളെ പറ്റിയും സസ്യജാലങ്ങളെ പറ്റിയും കാടുകളെ പറ്റിയും ഒക്കെ അറിയില്ല. പരിസ്ഥിതി കവിതകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ അറിവിൻ്റെ ഒരു അംശങ്ങൾ മാത്രമാണ്. കാടിനെ കുറിച്ചിട്ടുള്ള അറിവിൻ്റെ ഓരോരോ അംശങ്ങൾ ഓരോരുത്തരിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ ഒരു കാടിനെ അറിയുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സണ്ണി തന്നെ പറയുന്നുണ്ട്, കാടിനെ അറിയുക എന്ന് പറഞ്ഞാൽ അട്ടയെ അറിയണം, കടന്നൽക്കുത്തിനെ അറിയണം, വഴി പിന്നെ മൂടിപ്പോകുന്ന വഴികളിൽ കാട്ടിൽ വഴി കിട്ടാതെ നട്ടത്തിരിയുന്ന പാതിരാത്രികളെ അറിയണം, അതുപോലെ ആനകളെ പേടിക്കണം, സിംഹത്തെ കാണാൻ പോകുമ്പോൾ അവറ്റയെ പേടിക്കണം, ഇങ്ങനെ തുടങ്ങി കാട് അഗ്നിയെ പേടിക്കണം. പിന്നെ കാട് എന്താണോ അത് അറിഞ്ഞ് അനുഭവിച്ച് കടന്നൽക്കുത്തായും അതുപോലെ തന്നെ പിന്നെ അട്ടകടിയായും അതുപോലെ തന്നെ ആനപ്പേടിയായും അഗ്നിഭയമായും അങ്ങനെ പല പല തരത്തിൽ കാടിനെ നേരിട്ട് കാടുമായി മുഖാമുഖം നിൽക്കുക മാത്രമല്ല, കാടിനെ സംരക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ മരണവുമായി മുഖാമുഖം നിൽക്കുന്ന ഒരു തൊഴിലാണ് അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആ മേഖലയിൽ വ്യാപരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ തടി പിടിച്ച ആ തടിയൊക്കെ അവർ ഒഴുങ്ങി എന്ന് പറയുന്ന ഒരു ധാരണ, ആ ധാരണയെ തിരുത്തി കുറിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു വനപാലകൻ എന്ത് അനുഭവിച്ചുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഓരോന്നും ഇവിടെ വിസ്തരിച്ച് പറയുന്നില്ല, ബഷീർ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ചിന്ത, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, സൈലന്റ് വാലി സമരത്തോടു കൂടിയാണ് നമുക്കൊരു പാരിസ്ഥിതിക ബോധം തന്നെ ഉണ്ടാകുന്നത്. അന്ന് സൈലന്റ് വാലി സംരക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാവും. സൈലന്റ് വാലി സമരത്തെ തുടർന്ന് കള്ളനാണയങ്ങളെ മാറ്റി നിർത്തിയാൽ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു സംഗതിയാണ് എന്നൊരു അവബോധം ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വരെ ഉണ്ട്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ വരെ അതുകൊണ്ടാണ് നമ്മൾ വീട്ടമ്മമാരെ പിന്നെ ടെറസിൽ കൃഷി ചെയ്യാനും കൊച്ചുകുട്ടികൾ സ്കൂൾ മുറ്റത്ത് ചെടികൾ നടാനും കൊച്ചുകുട്ടികൾ മറ്റ് പലതരത്തിലെ കുട്ടികളിലേക്ക് ആ ഒരു ചിന്ത എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്നുള്ള ഒരു അറിവ്, ഒരു ആത്മ ഐക്യം, മരങ്ങളുമായും മൃഗങ്ങളുമായും ജൈവസമ്പത്ത് മുഴുവനുമായും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജൈവാവസ്ഥയ്ക്ക് ഒരു വലിയ ഐക്യം ഉണ്ടാവുക. ആ ഐക്യമാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് വളരെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒന്നാണ് കാടോർമ്മ എന്ന് പറയുന്ന ഈ പുസ്തകം. അതിലെ നീതിയെ പറ്റിയിട്ടുള്ള 2 ചാപ്റ്ററുകളുണ്ട്. ഒന്ന് നീതി, മറ്റേത് കാട്ടുനീതി.
നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണത്. നീതി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഈ ഫോറസ്റ്റർമാര് ഉദ്യോഗസ്ഥന്മാര് കാട്ടിൽ അകലെ പുക കണ്ടു. ഉടനെ കാട്ടുതീയാണോ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ കുതിച്ചു അങ്ങോട്ട്. അങ്ങനെ കുതിച്ചു ചെല്ലുമ്പോൾ കുറേ പ്രയാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പുകയുള്ളിടത്തേക്ക് എത്തുന്നത്, കുറെ ബുദ്ധിമുട്ടിയിട്ട്. അങ്ങനെ എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു കുടുംബം, ഒരു ഭാര്യ, ഒരു ഭർത്താവും കുട്ടികളും ഒരു പട്ടിയും ഒക്കെ കൂടിയിട്ട് അവിടെ പാറപ്പുറത്ത് ഇരുന്ന് എന്തോ തിന്നുന്നുണ്ട്. അവർ തിന്നാണ്, തീ കത്തിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് അത് പാചകം ചെയ്ത് കഴിക്കുകയാണ്. ആദിവാസികളാണ്. അപ്പോൾ ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാറേ ഇതാ നോക്കൂ, ഉടുമ്പാണ്, ഉടുമ്പിനെ പിടിച്ചാൽ പിന്നെ ശിക്ഷ ഉണ്ട്, ഇത് തെറ്റാണ്, അത് കാരണം കൊണ്ട് ഇവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടെടുത്തു. ആ നിലപാടെടുത്തപ്പോൾ ഈ ആദിവാസി പറഞ്ഞു, സാറേ കുറേ ദിവസമായിട്ട് ഇവിടെ പെട്ടുകിടക്കുകയാണ്, ഒന്നും കഴിച്ചിട്ടില്ല, വിശന്നിട്ട് വയ്യ, ഈ ഉടുമ്പിനെ ഞങ്ങളുടെ പട്ടി പിടിച്ചു കൊണ്ടുവന്നതാണ്, അതിനെ ഞങ്ങൾ വേവിച്ച് തിന്നുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥൻ പക്ഷേ അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടെടുത്തു. നമ്മുടെ പുസ്തകകാരൻ കാടോർമയുടെ സണ്ണി പറഞ്ഞു, അത് വിട്ടുകളാം, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോരുന്നു. ഈ നീതി നിയമത്തിൻ്റെ കണ്ണിൽ അതൊരു പക്ഷെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പക്ഷെ മനസാക്ഷിയുടെ കണ്ണിൽ, ദൈവത്തിൻ്റെ കണ്ണിൽ, പ്രകൃതിയുടെ കണ്ണിൽ അത് ശരിയാണ്. ആ ശരിയുടെ ഭാഗത്താണ് ഗ്രന്ഥകാരൻ നിൽക്കുന്നത്. അടുത്ത ചാപ്റ്റർ കാട്ടുനീതി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കുറെ കുട്ടികളൊക്കെ കൂടിയിട്ട് അങ്ങനെ ഈ കാട് കാണാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഒരു പുള്ളിമാൻ ഓടിപ്പാഞ്ഞ അവരുടെ മുമ്പിലൂടെ പോയി. പുള്ളിമാനിന്റെ പിന്നാലെ പുള്ളിപ്പുലിയുണ്ട്. രോഗത്തിൽ വസന്തവായുവിൽ രോഗാണുക്കളുണ്ട് എന്ന് പറയുന്ന മസൂരി രോഗാണുക്കളുണ്ട് എന്ന് വൈലപ്പുലി പറഞ്ഞതുപോലെ ഈ പുള്ളിമാനിന്റെ പിന്നാലെ ഒരു പുള്ളിപ്പുലി ഓടി വരുന്നുണ്ട്. പുള്ളിപ്പുലി ഈ മാനിനെ കടിച്ചത് കണ്ടിട്ട് കുട്ടികളൊക്കെ നിലവിളിച്ചു, അയ്യോ സാറേ വെടിവെക്കേ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കേ എന്ന് പറഞ്ഞു. വെടിവെച്ചു. പുലി വളരെ വിഷമത്തോടുകൂടി അത് കുടഞ്ഞിട്ട് തെറിപ്പിച്ച് ഓടിപ്പോയി. അവിടെ മറ്റൊന്നാണ് ജീവിക്കുക, ജീവിപ്പിക്കുക എന്ന് പറയുന്ന പ്രകൃതി നിയമം. ആ പ്രകൃതി നിയമത്തിൽ പുലിയുടെ അന്നമാണ്, ആഹാരമാണ് അവിടെ തട്ടിത്തെറിപ്പിക്കപ്പെട്ടത്. അത് പ്രകൃതിയുടെ ഒരു നീതി നിയമത്തിന് വിധേയമായിട്ടുള്ളൊരു സംഭവം ആണ്. ഈ നീതിയും കാട്ടുനീതിയും എന്ന് പറയുന്ന 2 ചാപ്റ്ററുകളിലൂടെ നേരത്തെ നമ്മൾ കണ്ട സൈലന്റ് വാലിയുടെയും പിന്നെ സമരത്തിൻ്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും ഇടതുപക്ഷ ചിന്തയുടെയും അതുപോലെ താൻ നേടിയിട്ടുള്ള സാംസ്കാരികവും മറ്റുമൊക്കെയുള്ള നൈതികതയുടെ ഒരു ബോധം, അതാണ് ആ ഇടപെടലുകളിൽ ഉള്ളത്. ആ ഇടപെടലുകൾ ഒരുപക്ഷെ ഒരു വനപാലകനെ സംബന്ധിച്ചിടത്തോളം നിയമത്തെക്കാൾ അധികം വരുന്ന ഒരു അതീത നീതി അത് അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ആ ചാപ്റ്ററുകളിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയാനായിട്ട് വനപാലനത്തിന് ഒരുപാട് അറിവ്, അത് കേരളത്തിലെ കാടുകളെ കുറിച്ചിട്ട് മാത്രമല്ല, അദ്ദേഹം ജോലി ചെയ്ത എല്ലാ ഇടങ്ങളിലെയും എല്ലാ പിന്നെ റേഞ്ചുകളിലെയും ഭൂമിശാസ്ത്രപരമായ അറിവ്, അവിടുത്തെ സവിശേഷമായിട്ടുള്ള സംഗതികൾ എന്താണെന്നുള്ളത്, അതുപോലെ വേദനകളോടൊപ്പം തന്നെ അപകടങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ വടക്കഞ്ചേരി ഭാഗത്തൊക്കെയുള്ള ഫോറസ്റ്റിന് തീ പിടിച്ചിട്ട് ആ തീ കെടുത്താൻ വേണ്ടി പോകുന്ന ഭാഗത്ത് എന്താണ് കാട്ടുതീ എന്നുള്ളതിനെ കുറിച്ചിട്ട് സണ്ണി വിശേഷിപ്പിക്കുന്നുണ്ട്. അത് കാട്ടുതീ എന്ന് പറയുന്നത് ഒരിക്കലും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതല്ല, തീ ഇടുന്നതാണ്. നമ്മളത് പറയാറുണ്ടത്. കാട്ടുതീ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു മരങ്ങൾ കൂട്ടിമുട്ടിയിട്ടോ അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ വന്നിട്ട് ഉണ്ടാവുന്ന തീയേക്കാൾ അധികം മനുഷ്യരെ വളരെ ബോധപൂർവം തീയിടുന്നതാണ്. അത് പല ആവശ്യങ്ങൾ അവരെ അതിനെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഈ തീ കെടുത്താൻ വേണ്ടി, കാട്ടുതീ കെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. തീ കെടുത്താൻ വേണ്ടി സാഹസപ്പെടുന്ന പൊള്ളലേറ്റ ഉദ്യോഗസ്ഥരെ അവരൊന്നും നമ്മൾ മുഖ്യധാരയിൽ അങ്ങനെ ആഘോഷിക്കാറില്ല. തീർച്ചയായിട്ടും നമ്മൾ അവര് അത് ചെയ്തു, ശരി, നന്ദി പറയാൻ നേരത്തെ മസാറു ഇമോട്ടോ പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായ പരലുണ്ടായത് താങ്ക് യു എന്ന് പറയുമ്പോൾ, ഒരു തീ കെടുത്തുമ്പോൾ അവർക്ക് നന്ദി പറയാൻ നമ്മുടെ സമൂഹം എത്രത്തോളം മെനക്കെടാറുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ശക്തമായിട്ട് തോന്നും. ഓരോ ഘട്ടത്തിലും അവരെടുക്കുന്ന റിസ്ക്,
ഈ തീ പിടിക്കുമ്പോൾ, കഞ്ചാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ, അപകടകരമായ സന്ദർഭങ്ങളിൽ പുഴയിൽ പെട്ടുപോയ ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. നമ്മൾ ഉൾക്കിടിലത്തോടു കൂടി മാത്രമേ അത് വായിക്കാനായിട്ട് പറ്റുള്ളൂ. ഈറ്റ കൂട്ടിക്കെട്ടിയ ഒരു കെട്ടിന്റെ മുകളിൽ കടിച്ചു പിടിച്ചോളാൻ വയസ്സായ പ്രായമായ തങ്ങളുടെ സഹപ്രവർത്തകനോട് പറഞ്ഞിട്ട് രണ്ടറ്റത്തും നിന്ന് പിടിച്ച് നീന്തി അക്കരയ്ക്ക് നടക്കാനുള്ള സമയത്ത് പുഴയുടെ നടുവിലെത്തിയപ്പോൾ ഡാം തുറന്നു വിട്ട വെള്ളത്തിന്റെ ഊക്ക് ആഘാതം കൊണ്ട് ഈ ഈറ്റ മുഴുവനും വട്ടം ചുറ്റുകയും ആ മനുഷ്യൻ പോയിപ്പോകുമെന്ന് ഒരു പേടിക്കുകയും ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ട ഒരു വിധത്തിലെ കരയിലേക്ക് എത്തുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് നമുക്ക് വളരെ ഉൾക്കിടലത്തോടുകൂടി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഓരോ ചാപ്റ്ററും അങ്ങനെ എടുത്തു പറയാനുള്ളതാണ്. കേരളത്തിലെ വനം വകുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതുമല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളൊക്കെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഇന്ത്യയിലെ പല ഭൂപ്രദേശങ്ങളെ പറ്റിയിട്ട്, അതിൻ്റെ ചില പ്രത്യേക ഏരിയകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നിയത് റാൻ ഓഫ് കച്ച്. അതാണ് റാൻ ഓഫ് കച്ചിലെ ഒരു അനുഭവം. ഭയങ്കരമായ ഉപ്പ് മരുഭൂമിയാണത്, ലവണം മരുഭൂമി. അത് ഉപ്പിങ്ങനെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നതിൻ്റെ ഒരു വർണ്ണനയുണ്ട്. ആ വർണ്ണന നമ്മുടെ കണ്ണിങ്ങനെ അഞ്ചിപ്പോവും. കണ്ണെത്താ ദൂരത്തോളം മണിക്കൂറുകൾ ഇവരുടെ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വാഹനം. ഇരുവശത്ത് നോക്കിയാൽ കാണാവുന്ന വെളുപ്പ് മാത്രം, ഉപ്പിന്റെ വെളുപ്പ് മാത്രം. പക്ഷെ ആ കാഴ്ചയുടെ അങ്ങേയറ്റത്ത് തന്നെ പറയുന്നുണ്ട്, ഏറ്റവും മനോഹരമായ ഒരു വിരുന്ന് അവരെ കാത്ത് ഇരിക്കുന്നുണ്ട്. അത് ലക്ഷക്കണക്കിന് ഫ്ലെമിംഗോകൾ അവിടെ പറന്ന് കളിക്കുന്ന അല്ലെങ്കിൽ ഇണചേരുന്ന ആ കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ അവരവിടെ മുട്ടയിട്ട് വിരിയിച്ച് 10-15 ദിവസം നോക്കിയതിന് ശേഷം ഈ തള്ളയും തന്തയൊക്കെ പറന്നു പോയിട്ട് ഈ കുഞ്ഞുങ്ങൾ പറക്കമുറ്റാറാകുന്നത് വരെ ലക്ഷക്കണക്കിന് ഫ്ലെമിംഗോ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു മനോഹര കാഴ്ചയിലേക്കും, ഈ കാട് മാത്രമല്ല മരുഭൂമി. ഞാൻ എൻ്റെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നോവൽ അതിൻ്റെ ദേശം അറിയാൻ വേണ്ടിയിട്ട് ജോർഡനിൽ പോകുകയുണ്ടായി. ഇപ്പോൾ ഡെഡ് സീ കാണാനാണ് എൻ്റെ ആവശ്യം. അങ്ങനെ ഡെഡ് സീയിലേക്ക് പോയപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. പക്ഷെ അതങ്ങനെ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഉപ്പല്ല, ഫോർമേഷൻസ് ആണ് ഉപ്പിൻ്റെ. പല തരത്തിലുള്ള ഫോർമേഷൻസ്, ഒരു മനുഷ്യന്റെ ആകൃതിയിലെ, മലയുടെ ആകൃതിയിലെ, ഒട്ടകത്തിന്റെ ആകൃതിയിലൊക്കെ ഉപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ഡെഡ് സീയിലെ വെള്ളം ഒരു തുണ്ടെടുത്ത് നാക്കത്ത് വെച്ചപ്പോൾ നാക്ക് പൊള്ളിപ്പോയി, നാവിൽ വെക്കാൻ പറ്റില്ല, അത്രയും സാന്ദ്രമായ ഉപ്പാണ് ഡെഡ് സീയിലെ വെള്ളത്തിന്. അപ്പൊ ഈ ഉപ്പിന്റെ ഒരു വിസ്മയ ലോകം ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും എന്നെ ആകർഷിച്ച കാര്യം ഇതിന്റെ വായനാ സുഖം ആണ്. നിങ്ങൾ ഈ പുസ്തകം കയ്യിലെടുത്താൽ താഴ്ത്തു വയ്ക്കാതെ വായിച്ചുകൊണ്ടേയിരിക്കും, അത് കഴിഞ്ഞാലേ താഴ്ത്തു വയ്ക്കുള്ളൂ. അത്രയും ഭംഗിയായിട്ട് തനിക്ക് പറയാൻ ഒരു നാടകീയമായ ഒരു സംഭവം വിവരിക്കുമ്പോൾ സണ്ണി അതിനുചിതമായ കയ്യൊതുക്കത്തോടുകൂടി ഭാഷാപരമായ പ്രത്യേകതകളോടുകൂടിയാണ് അത് അവതരിപ്പിക്കുന്നത്. ഒരു വിഗ്രഹ ദന്തത്തിൽ പണിത വിഗ്രഹം കളവിലെ ആനക്കൊമ്പെടുത്തിട്ട് ശില്പാക്കിയിട്ട് വിൽക്കുന്ന 2 ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു ചാപ്റ്റർ ഉണ്ട്. അത് എന്തൊരു ചാട്ടലാണ്, സിനിമ കാണുന്ന പോലെയാണ് അത് കാണുമ്പോൾ. ശരിക്കും ഞാൻ സിനിമ കാണുന്ന പോലെയാണ് അത് കണ്ടത്. അത്രയും ഭയങ്കര ഒരു ആക്ഷൻ പടം, ഒരു ആക്ഷൻ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ ഒരു വൈവിധ്യവും ഒക്കെ. പിന്നെ നർമ്മം, ഭയങ്കര രസമായിട്ടുള്ള ചിരി വരുന്ന നർമ്മത്തിൽ ഒന്ന് ചാപ്റ്റർ ഞാൻ ഓർക്കുന്നില്ല. മോഷ്ടാവിന്റെ പരിസ്ഥിതി വീക്ഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് നമുക്ക് നല്ല തമാശയായിട്ട് തോന്നും. അതായത് തേക്കും തടി മോഷണം പോയിട്ട് അതില് പിടിച്ചിട്ടപ്പോൾ 5-6 കഷ്ണം കാണാനില്ല. എണ്ണത്തേക്ക് വിഭാഗത്തിൽപ്പെട്ട ഉഗ്രം തേക്കാണ്. അപ്പൊ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു, കള്ളനെ പിടിച്ചുകൊണ്ടത്. അപ്പൊ ടോണി എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധ തടി മോഷ്ടാവാണ്. അയാളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ബാക്കി തടി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടി മെനക്കെട്ട് വശായി. അവസാനം മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു, ചുവാവില്ല എന്നുള്ള മട്ടില്. പക്ഷെ ഉടനെ തന്നെ ഈ പുതിയ ഇയാൾ സർവീസിൽ കയറിയിട്ടേന്നു. സണ്ണി എന്ന് പറയുന്ന അദ്ദേഹം അങ്ങോട്ട് ചെന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹാങ് ഓവറിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, അത് തന്ന കാട് അറിവുണ്ട്, അത് പറഞ്ഞിട്ടുള്ള പരിസ്ഥിതി ബോധമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി, ടോണി, ഈ മരം എന്ന് പറഞ്ഞ കാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അങ്ങനെ കാടിനെ കുറിച്ചൊരു വലിയ വിശദീകരണം.
സ്പോഞ്ച് പോലെ പൂക്കളും ഇലകളും മരത്തിൻ്റെ ചില്ലകളൊക്കെ വീണ് മണ്ണുമായി ചേർന്ന് ഒരു സ്പോഞ്ച് ഉണ്ടാവും. ഇതിൽ മഴ പെയ്യുമ്പോൾ അത് മുഴുവൻ വെള്ളം പിടിച്ചു വെക്കും. അത് കൊച്ചരുവികളായി ഒഴുകി പിന്നെ കാട്ടാറുകളായി മാറി പുഴയിലേക്ക് എങ്ങനെയാണ് വെള്ളമൊക്കെ ഉണ്ടാവണേ. ശരി ശരി. അവസാനം അപ്പൊ മറ്റോരോ കണ്ടം വിട്ട് ഈ മനുഷ്യന് എന്ത് പറ്റി എന്നുള്ള മട്ടില്ലേ. പക്ഷെ ഇദ്ദേഹം നിർത്തിയില്ല. അവസാനം പറഞ്ഞ ഈ കാട് നമ്മുടെയാണ്, എൻ്റെയും നിന്റെയാണ്. ഉടനെ തന്നെ ടോണി ചോദിക്കുന്നത്, സാറേ എൻ്റെ ആണെങ്കിൽ എൻ്റെന്ന് കുറച്ച് ഞാൻ എടുത്ത എന്താ കുഴപ്പം എന്നാണ്. എൻ്റെ ഭാഗത്തുള്ള തേക്ക് നീട്ടി ഞാൻ മുറിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത് ടോമി. അതുപോലെ അതിന് അദ്ദേഹം കണ്ട ന്യായം, അതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്തൊരു വഴി കൂടെ ഈ മോഷ്ടാവിനെ കൊണ്ട് പറയിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു ലൈൻ എടുത്തതാണ്. അങ്ങനെ കുറേ തീവ്രവാദി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലും അതുപോലെ കുറച്ചൊരു തമാശ നല്ല നർമ്മബോധം ഉള്ള ഒരു എഴുത്തുകാരനാണ് സണ്ണി. തീവ്രമായിട്ടുള്ള അനുഭവങ്ങളോട് നർമ്മം ചേരുമ്പോൾ ഉണ്ടാവുന്ന, അത് വ്യക്തികളുടെ വിമർശനത്തിലായാലും അവസ്ഥയുടെ വിമർശനത്തിലായാലും ഒക്കെ തന്നെ ആ നർമ്മം കടന്നു വരുന്നുണ്ട്. ഞാൻ ആകെപ്പാടെ പറഞ്ഞു നിർത്തുകയാണ്. ഒരു നല്ല പുസ്തകം വായിച്ചതിൻ്റെ നല്ല സുഖം അതായിരുന്നു ഈ കാടമ്മ എന്ന് പറയുന്ന പുസ്തകം എനിക്ക് തന്നത്. പിന്നെ ഇത് പബ്ലിഷ് ചെയ്ത ഗ്രീൻ ബുക്സിന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഇത് എഴുതിയ സണ്ണിക്ക് കാടിനെ അറിയാൻ, കാടിനെ തീവ്രമായി അറിയാൻ, വേദനയോടെ അറിയാൻ, പിടച്ചിലോടെ അറിയാൻ, ഭയസംരംഭങ്ങളോടെ അറിയാൻ സഹായിച്ച, അതോടൊപ്പം തന്നെ ആനന്ദത്തോടെ അറിയാൻ സഹായിച്ച സണ്ണിക്ക് നന്ദി. ഞങ്ങൾ കണ്ട കാടൊന്നും കാടല്ല, സണ്ണി കണ്ട കാടാണ് കാട്. നന്ദി ടീച്ചർ. ഒരു